എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയായിരുന്നു പഠിച്ചത് ഓർമ്മയുണ്ട്? നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ജൂൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സെക്ഷനാണ് പവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് കേട്ടോ. അവിടെ നോക്കി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നുണ്ടോ? ഈസ് ദർ എനി അതർ മെത്തേഡ് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് അപ്ലയൻസസ്? നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ടാകുന്നതിന്റെ ക്വാണ്ടിറ്റി ഇല്ല, അല്ലെങ്കിൽ ഹീറ്റിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടു, ഇക്വേഷനൊക്കെ കണ്ടു. ഇനി ഇതല്ലാത്ത ഹീറ്റിംഗ് അപ്ലയൻസസിൽ ഈ ഹീറ്റിന്റെ അളവ് കണ്ടുപിടിക്കാനുള്ള മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് നോക്കുന്നത്. അവിടെ കണ്ടോ ഒരു അയൺ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അയൺ ബോക്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാർക്കിംഗ് എഴുതിയിട്ടുണ്ട്. എന്താണ് 750 വാട്ട്, 50 ഹെർട്സ്, 230 വോൾട്ട്, ഇത്ര ആംബിയർ കറണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതാ ഇവിടെ കണ്ടല്ലോ. ഏതൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിലിങ്ങനെ അതിന്റെ മാർക്കിങ്സ് കാണും, അത് ഏതിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങൾ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇന്ന് എടുത്ത് നോക്കുക കേട്ടോ. അതിൽ കറണ്ട് എഴുതിയിട്ടുണ്ടായിരിക്കും, വോൾട്ടേജ് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഇതുണ്ടല്ലോ 750 വാട്ട് കേട്ടോ, ഇതിങ്ങനെയുള്ള ലേബലിംഗ് ഒക്കെ കാണുമായിരിക്കും. അപ്പൊ എന്താണ് ഈ 750 വാട്ട് എന്നവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കറിയാം പവറാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുള്ള പവറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ എന്താണ് ഈ 750 വാട്ട് പവർ എന്നാണ്? ആ അപ്ലയൻസസ് വർക്ക് ചെയ്യാൻ വേണ്ടി 750 വാട്ട് പവർ അവിടെ ആവശ്യമായിട്ടുണ്ടെന്നാണ്, അല്ലെങ്കിൽ അപ്ലയൻസസിന്റെ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് 750 വാട്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് 750 ജൂൾ ഓഫ് ഇലക്ട്രിക് എനർജി. മനസ്സിലാക്കോട്ടോ. 750 വാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 750 വാട്ട് എന്ന് പറഞ്ഞാൽ 750 ജൂൾ ഓഫ് ഇലക്ട്രിക് എനർജി അവിടെ കൺവേർട്ട് ചെയ്യുവാണ്. ഇലക്ട്രിക് എനർജി എന്താണ് കൺവേർട്ട് ചെയ്തിട്ട് മറ്റു ഫോമിലേക്ക് മാറുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം അതാണ് ഈ 750 വാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്കറിയാം വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പവറിന്റെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. പവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്നല്ലേ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമുക്കറിയാം എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എനർജി കൺവേർഷൻ ഒക്കേഴ്സ് വെൻ ദിസ് അപ്ലയൻസ് ഓപ്പറേറ്റ്സ് ഇല്ലേ. ഈ അപ്ലയൻസസുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമെന്നാണ് എനർജി കൺവേർഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് എന്താണ് ഇലക്ട്രിക് എനർജി മറ്റ് ഇല്ലേ ഊർജ്ജമാറ്റങ്ങളിലേക്ക് മാറുവാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ ഈ അപ്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇലക്ട്രിക് എനർജി ഇവിടെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കറിയാം യൂണിറ്റ് സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി ഇല്ലേ, പ്രവൃത്തിയുടെ അളവാണ് പവർ എന്ന് നമുക്കറിയാം. അതായത് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ ഇലക്ട്രിക് അപ്ലയൻസ് അവിടെ വർക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് ഇല്ല. അതായത് ഇലക്ട്രിക് എനർജി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് എന്ത് എനർജി ആക്കി മാറ്റുന്നുണ്ട്? ഹീറ്റ് എനർജി ആക്കി മാറ്റുവാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ വർക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന വർക്ക് അതിന്റെ അളവിനെയാണല്ലോ നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണല്ലേ വർക്ക് എനർജി പവർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ യൂണിറ്റ് സമയത്തിൽ എന്തുമാത്രം വർക്ക് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് ഇല്ലേ എന്ന് പറയാം. ക്വാണ്ടിറ്റി ഓഫ് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഈസ് ദ പവർ ഇല്ലേ. അതായത് യൂണിറ്റ് സമയത്തിൽ എന്തുമാത്രം വർക്ക് അവിടെ ചെയ്യുന്നുണ്ട്, പ്രവൃത്തി അവിടെ ചെയ്യുന്നുണ്ട്, അതാണ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ അപ്ലയൻസ് ഇപ്പം ഈ അയൺ ബോക്സ് ഉണ്ടല്ലോ, അത് യൂണിറ്റ് സമയത്തിൽ എന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് 750 ജൂൾ ഓഫ് എനർജി അവിടെ ചെലവാക്കുന്നുണ്ട് ഇല്ലേ. അത്രയും എനർജി ഉപയോഗിച്ച് എന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ വാട്ട് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് വാട്ട് എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് ആണ്? പവറിന്റെ യൂണിറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ അപ്ലയൻസസിലും എനർജി കൺവേർഷൻ നടക്കുന്നുണ്ട്. അതായത് ഇലക്ട്രിക് എനർജി ഏതാണോ അതിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്ക് ചെയ്തു നമ്മൾ പറയുന്നത്. അപ്പം ആ യൂണിറ്റ് സമയത്തിൽ എന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത് ഇല്ലേ. ഈ ഉപകരണം പ്രവർത്തിക്കുമ്പോൾ ഊർജ്ജമാറ്റം ഉണ്ടാകുന്നുണ്ട്. അതായത് പ്രവൃത്തി ചെയ്യപ്പെടുന്നു. യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇലക്ട്രിക് അപ്ലയൻസ് ഇപ്പം ഇതുപോലെയുള്ള ഏതൊരു ഇലക്ട്രിക് അപ്ലയൻസ് എടുത്തു കഴിഞ്ഞാലും എന്താണ് സമയത്തിനനുസരിച്ചിട്ട് ഇല്ല നമുക്ക് എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം അയൺ ബോക്സ് നമുക്ക് എത്രമാത്രം സമയം വർക്ക് ചെയ്യുന്നുണ്ട് ഇല്ല, ആ സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള എന്താണ് വർക്കിന്റെ അളവ് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. എങ്ങനെയാണെന്നുള്ളത് സമയത്തിനനുസരിച്ച് എന്തുമാത്രം ആ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പല ഡിവൈസുകളുണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന എന്താണ്? ഹീറ്റിംഗ് അപ്ലയൻസസിനെ കുറിച്ചല്ലേ. അതായത് ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം ഹീറ്റിംഗ് അപ്ലയൻസസിന്റെ കേസിൽ സമയത്തിനനുസരിച്ച് എന്തുമാത്രം അതവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം വൈദ്യുത പവർ അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ
നമ്മൾ പഠിച്ചതാണ്. പവർ എന്ന് വെച്ചാൽ എന്താണ്? ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് പെർ യൂണിറ്റ് ടൈം. ഒരു വൈദ്യുതോപകരണം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ. ഇല്ല, ഒരു ഇലക്ട്രിക് അപ്ലയൻസസ് ഉണ്ട്, അത് യൂണിറ്റ് സമയത്തിൽ എന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ പവർ. The work done by an electrical appliances is the conversion of electric energy into another form of energy. വൈദ്യുതോർജ്ജത്തെ ഒരു വൈദ്യുതോപകരണം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നതാണ് ആ ഉപകരണം ചെയ്യുന്ന പ്രവൃത്തി. മനസ്സിലല്ലേ? ഏതൊരു ഇലക്ട്രിക് അപ്ലയൻസസും ഇല്ലേ, നമ്മൾ അതിലേക്കൊക്കെ എന്ത് കൊടുക്കുന്നു? ഇലക്ട്രിക് എനർജി കൊടുക്കുന്നുണ്ട്. ഇലക്ട്രിക് എനർജി കൊടുത്തപ്പോൾ ആ അപ്ലയൻസസിന്റെ ഫംഗ്ഷൻ എന്താണ് അതിലേക്ക് മാറ്റുന്നത്, അതാണ് അതിന്റെ വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ട്? ഇപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഏതാണ് ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചല്ല പഠിക്കുന്നത്. അതായത് ഹീറ്റ് ഇലക്ട്രിക് എനർജി കൊടുത്തു കഴിയുമ്പോൾ ഹീറ്റ് എനർജിയാണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഹീറ്റിംഗ് അപ്ലയൻസസിന്റെ കേസിൽ എന്താണ് അവിടെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ ഹീറ്റ് എനർജി ഉൽപ്പാദിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഹീറ്റ് എനർജിയാണ് അവിടുത്തെ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹീറ്റിംഗ് അപ്ലയൻസസിന്റെ കേസിൽ ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറ്റുന്നുണ്ട്? ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നുണ്ട്. ആ ഹീറ്റ് എനർജിയാണ് അവിടുത്തെ വർക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? വർക്കിനെ നമുക്ക് എന്ത് പറയാം? ഹീറ്റിംഗ് അപ്ലയൻസസിന്റെ കേസിൽ നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു ഹീറ്റിംഗ് അപ്ലയൻസസ് ആയതുകൊണ്ട് നമ്മൾ ഹീറ്റ് എനർജിയാണ് അല്ലെങ്കിൽ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് അവിടെ നടക്കുന്ന വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റിന്റെ അളവല്ലേ? അല്ലേ? ഇലക്ട്രിക് എനർജി കൊടുത്തു, അപ്പം അവിടെ നടന്ന വർക്ക് എന്താണ്? അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഹീറ്റിന്റെ അളവാണല്ലോ. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറയാം. ഇല്ലേ? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറയാം. അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപത്തിന്റെ അളവാണ്. അല്ലേ? ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇല്ല, എന്താണ് ഹീറ്റിന്റെ ഇക്വേഷൻ ഏതാണ്? H = താപത്തിന്റെ അളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം. I² × RT ആണ് നമുക്കറിയാം. ഇല്ലേ? അപ്പൊ നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ്. അതായത് H ആണ് വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലേ? ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആക്കി മാറ്റൂ. അതായത് അവിടെ വർക്ക് നടന്നു. W നമുക്ക് H എന്ന് പറയാം. ഇല്ലേ? H എന്ന് പറഞ്ഞാൽ എന്താണ്? Hന്റെ അളവ് എങ്ങനെയാണ്? I² RT ആണെന്ന് നമുക്ക് അറിയാം. ക്ലിയർ ആയല്ലോ? ഇനി പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവറിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതല്ലേ? എന്താണ് പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? പവർ = വർക്ക് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. ഇല്ലേ? ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ആണ്. ഇല്ലേ? ഹീറ്റ് ആണ്. അല്ലെ? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ് ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. അതായത് ഹീറ്റിംഗ് അപ്ലയൻസസിന്റെ കേസിൽ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? H/T എന്ന് എഴുതാമല്ലോ. ഇവിടെ നോക്കിയാൽ P = എന്നാണ്? H എന്ന് പറഞ്ഞാൽ I² RT എന്ന് പറഞ്ഞില്ല. അപ്പം I² RT / T ആണ്. ഇതാ ഇവിടെ ഒരു T ഉണ്ട്, ഇവിടെ ഒരു T ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയിട്ട് പോയി. പിന്നെ എന്ത് വരും? P = I² × R. ഇതാണ് പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹീറ്റിംഗ് അപ്ലയൻസസിന്റെ കേസിൽ പവറിന്റെ ഇക്വേഷൻ ഏതാണ്? P = I² R ആണ്. അതിലൂടെ പോകുന്ന കറന്റ് അതിന്റെ സ്ക്വയർ ഇൻറ്റു ആ അപ്ലയൻസസിന്റെ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ആ അപ്ലയൻസസിന്റെ പവർ കിട്ടുന്നത്. ഇപ്പൊ കണ്ടില്ലേ 750 വാട്ട് എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ? 750 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിലൂടെ സംതിങ് കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിന്റെ റെസിസ്റ്റൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു വാല്യൂ അവിടെ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ കണ്ടല്ലോ. P = I² × R. ഓക്കെ ആണല്ലോ? യൂണിറ്റ് ഓഫ് പവറിന്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ വാട്ട് ആണ് കേട്ടോ. WATT കേട്ടോ. അതിനെ നമ്മൾ ക്യാപിറ്റൽ W വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ക്യാപിറ്റൽ W നമ്മൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ W വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതെന്താണ്? വാട്ട് ആണ്. യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്. അപ്പൊ ഞാൻ നോക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇലക്ട്രിക് അപ്ലയൻസസിന്, അതായത് ഹീറ്റിംഗ് അപ്ലയൻസിനെ സംബന്ധിച്ചോളം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസർ ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി W = H I² RT. പവറിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. വർക്ക് ബൈ ടൈം ആണ്. നമുക്കറിയാം വർക്ക് എന്ന് പറയുമ്പോൾ W ആണ്. അത് എന്തിനോട് ഈക്വൽ ആണ്? ഹീറ്റിംഗ് അപ്ലയൻസിന്റെ കേസിൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് H ഈക്വൽ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി എന്നാണ്? P = I² × R. ക്ലിയർ ആയല്ലോ? അപ്പം P = I² × R എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ഓംസ് ലോ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്താണ് ജൂൾസ് ലോയുടെ കേസിൽ നമ്മൾ ഇക്വേഷൻ എഴുതിയില്ലായിരുന്നോ? മറ്റ് രണ്ട് ഇക്വേഷൻ എഴുതിയില്ലായിരുന്നോ? നമ്മൾ ജൂൾസ് ലോയുടെ ബേസിക് ഇക്വേഷൻ ഏതാണ്? H = I² RT ആണ്. പിന്നെ നമ്മൾ ഓംസ് ലോ ഉപയോഗിച്ചിട്ട് VIT V² / R × T എന്നൊക്കെ എഴുതിയില്ലേ? അതുപോലെ തന്നെ പവറിന്റെ കേസിൽ നമുക്ക് മറ്റ് ഇക്വേഷൻസ് നോക്കാം. അതായത് ഓംസ് ലോ അനുസരിച്ചിട്ട് നമുക്കറിയാം I = എന്താണ്? V/R ആണ്. അപ്പൊ എന്ത് ചെയ്യാം? അതാ ഇവിടെ ഈ പവറിന്റെ ഇക്വേഷനകത്ത് ഐയുടെ സ്ഥാനത്ത് നമുക്ക് V/R കൊടുക്കാം. V/R (² എന്ന് വരും. അതായത് V² / R² എന്ന് വരും. ഇൻറ്റു R ആണ്. ഇവിടുത്തെ ഒരു ആറും ഇവിടുത്തെ ഒരു ആറും ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ എന്ത് വരും? P = V² / R എന്ന് വരും. അപ്പോൾ പവറിന്റെ അടുത്ത ഇക്വേഷൻ കിട്ടി V² / R.
മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ഇക്വേഷൻ കൂടെ നോക്കാം. നമുക്കറിയാം ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? V/I ആണ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് P ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുക I² ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? V/I കൊടുക്കുക. അവിടെ നോക്കി ഈ ഐയും പോയി. പിന്നെ മിച്ചം എന്തുണ്ട്? V ഇൻറ്റു I. അപ്പൊ പവറിന്റെ അടുത്ത ഇക്വേഷൻ കിട്ടിയതാണ് VI. മനസ്സിലായോ? അപ്പൊ പവറിന്റെ 3 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഏതൊക്കെയാണ്? P ഈസ് ഈക്വൽ ടു I² R. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു V²/R. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു VI. മനസ്സിലായല്ലോ? ഇതാണ് പവറിന്റെ 3 ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഈ പവറിന്റെ ഇക്വേഷൻ നമ്മുടെ ജൂൾസ് ലോഡ് ഇക്വേഷൻ തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താണ് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ജൂൾസ് ലോഡ് ഇക്വേഷൻ ഏതാണ്? H ഈസ് ഈക്വൽ ടു I²RT ആണ്. ദെൻ പിന്നെ ഏതാണ് വരുന്നത്? V²/R ഇൻറ്റു T വരും. ഓൾസോ ഈസ് ഈക്വൽ ടു ഏതാണ്? VIT എന്ന് വരും. ഈ റിലേഷനും ഈ 3 റിലേഷനും ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിയേ. എന്താണ്? പവറിന്റെ ഇവിടെ വന്നപ്പോൾ എന്താണ്? T ഇല്ല, ഇല്ലേ? സമയമില്ല. അപ്പം അത് ഓർത്തോണം കേട്ടോ. ജൂൾസ് ലോഡ് ഇക്വേഷനും പവറിന്റെ ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് പവറിന്റെ ഇക്വേഷൻ വരുമ്പോൾ എന്താണ്? അവിടെ T ഇല്ല, സമയമില്ല. ഇത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ പഠിക്കോട്ടെ. ഇതൊക്കെ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണ്. പ്രത്യേകം മനസ്സിലാക്കിയിരുന്നോണം. അപ്പം P ഈസ് ഈക്വൽ ടു I² ഒരു അപ്ലയൻസിന്റെ റെസിസ്റ്റർ ഇൻറ്റു റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇൻറ്റു കറണ്ടിന്റെ സ്ക്വയർ ആണ്. പിന്നെ വോൾട്ടേജ് സ്ഥിരമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടെ ഓർക്കണം കേട്ടോ. ഇപ്പം P ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടില്ലേ, 3 ഇക്വേഷൻ കണ്ടില്ലേ? P ഈസ് ഈക്വൽ ടു V²/R എന്ന് കണ്ടില്ലേ? അപ്പം വോൾട്ടേജ് സ്ഥിരമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, റെസിസ്റ്റൻസും പവറും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ശരിയല്ല? അത് ഏത് കണ്ടീഷനിലാണ്? നമ്മൾ ജൂൾസ് ലോഡ് കേസിലും കണ്ടതല്ലേ? വോൾട്ടേജ് സ്ഥിരമായിരിക്കുമ്പോൾ ഇല്ലേ, ഹീറ്റും റെസിസ്റ്റൻസും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് വോൾട്ടേജ് സ്ഥിരമായിട്ടിരിക്കുമ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞ ഇല്ലേ അപ്ലയൻസസിന് എങ്ങനെയായിരിക്കും? പവർ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടിയ അപ്ലയൻസിന് എങ്ങനെയായിരിക്കും? പവർ കുറവായിരിക്കും. അപ്പം വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഓർത്തിരിക്കുക കേട്ടോ. ദാറ്റ് ഈസ് എ പവർ. യൂണിറ്റ് ഓഫ് പവർ ഏതാണ്? വാട്ട് ആണ് യൂണിറ്റ് ഓഫ് പവർ. ഒന്നുകിൽ ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ എങ്ങനെയാണ്? ക്യാപിറ്റൽ W എന്ന് വെച്ച് എഴുതുക, യൂണിറ്റ് ഓഫ് പവർ. ഓക്കെ ആണല്ലോ? ഇനി എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം നമ്മൾ എന്താണ് ഹീറ്റ് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന ഇക്വേഷൻ. ഇനി ഒരു കാര്യം കൂടി കുറച്ച് പറയാനുണ്ട്. അതായത് H ഈസ് ഈക്വൽ ടു I²RT ആണ്. അപ്പം ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പവറും കണക്ട് ചെയ്ത് എഴുതാമല്ലോ, അല്ലേ? H ഈസ് ഈക്വൽ ടു ഈ I²R എന്ന് പറഞ്ഞാൽ എന്താണ്? P ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? H ഈസ് ഈക്വൽ ടു P ഇൻറ്റു T എന്ന് എഴുതാം, അല്ലേ? മനസ്സിലാകുന്നുണ്ട്? അപ്പം ഹീറ്റ് തന്നിട്ടുണ്ട്, പവറും എന്താണ് സമയം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പവർ കണ്ടുപിടിക്കാമല്ലോ. അതായത് ഹീറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻസിൽ H ഈസ് ഈക്വൽ ടു I²RT ആണ്. പിയുടെ വില നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടും? H ഈസ് ഈക്വൽ ടു P ഇൻറ്റു T എന്നും കിട്ടും കേട്ടോ. അപ്പോൾ ഒരു അപ്ലയൻസസിന്റെ പവർ അറിഞ്ഞാൽ അതെന്തുമാത്രം ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയല്ല? അപ്പം 3 ഇക്വേഷൻ പവറിന്റെ കേസിൽ 4ാമത്തെ ഒരു ഇക്വേഷനും കണ്ടു. അതായത് പവർ തന്നിട്ടുണ്ടെങ്കിൽ ഒരു അപ്ലയൻസസിന്റെ പവറും അതെന്തുമാത്രം സമയം വർക്ക് ചെയ്യുന്നു തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുമാത്രം ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചും കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പം ഈ 4 ഇക്വേഷൻസും പവറിന്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. I²R, V²/R, VI ആണ്. പിന്നെ അതുപോലെ ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ഏതാണ്? H ഈസ് ഈക്വൽ ടു P ഇൻറ്റു T ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ അപ്ലയൻസസിന്റെ ഡിവൈസസിന്റെ ഒക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പവറും തന്നിട്ടുണ്ട്. 1 സെക്കൻഡിൽ എന്തുമാത്രം എനർജി അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ നോക്കിയാൽ LED ബൾബിന്റെ പവർ 9 വാട്ട് ആണ്. അപ്പൊ എന്തുമാത്രം എനർജി 1 സെക്കൻഡിൽ ഉപയോഗിക്കുന്നുണ്ട്? നോക്കിയാൽ P ഇൻറ്റു T, അല്ലേ? P ഇൻറ്റു T നമുക്ക് എടുക്കാം. അപ്പൊ എങ്ങനെയാണ്? P എന്ന് പറഞ്ഞിരിക്കുന്ന പവർ 1 ആണ്, സമയം 1 സെക്കൻഡ്. അപ്പൊ 9 ജൂൾ ഓഫ് എനർജി അവിടെ ഉപയോഗിക്കുന്നുണ്ട്. H എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടില്ലേ? H എന്ന് പറഞ്ഞാൽ എന്താണ്? P ഇൻറ്റു T എന്ന് പറഞ്ഞാൽ എന്തുമാത്രം എനർജി? ഹീറ്റ് എനർജി. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തുമാത്രം ഹീറ്റ് എനർജി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? 9 ജൂൾ ഓഫ് ഹീറ്റ് എനർജി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനർജി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അടുത്ത നോക്കിയേ, പ്രൊജക്ടറിന്റെ കേസിൽ 100. അപ്പൊ എത്ര വരും? 100 ഇൻറ്റു 1, അല്ലേ? 100 ജൂൾ ഓഫ് എനർജി അവിടെ 1 സെക്കൻഡിൽ എന്താണ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഫാൻ ആണെങ്കിൽ എത്രയാണ്? 60 ഇൻറ്റു 1, അല്ലേ? 60 ജൂൾ ഓഫ് എനർജി. അതുപോലെ തന്നെ ലാപ്ടോപ്പിന്റെ കേസിൽ 40 ഇൻറ്റു 1 സെക്കൻഡിൽ, അപ്പം 40 ജൂൾ എനർജി 1 സെക്കൻഡിൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ?
അപ്പം എനർജി എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് അല്ലേ? അത്രയും ഹീറ്റ് എനർജി ഒരു സെക്കൻഡിൽ അതവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം, നമ്മൾ ഒരു അപ്ലയൻസസിന്റെ കേസിൽ നമ്മൾ പവർ രേഖപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ വോൾട്ടേജും റെപ്രസെന്റ് ചെയ്തിരിക്കും. നമ്മൾ കണ്ടായിരുന്നു അല്ലേ? നമ്മളെങ്ങനെയാണ് നമ്മുടെ അപ്ലയൻസസിലൊക്കെ നമ്മളല്ലേ വീട്ടിൽ ചെന്ന് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഏതൊരു അപ്ലയൻസസ് എടുത്തു കഴിഞ്ഞാലും വോൾട്ടേജും കൊടുത്തിരിക്കും, അതുപോലെ തന്നെ പവറും കൊടുത്തിരിക്കും. 750 വാട്ട്. പിന്നെ വേറെ കാര്യങ്ങൾ കറണ്ടും കൊടുത്തിരിക്കും. 1 ആംപിയർ കറണ്ടെന്നോ എത്ര 1 എന്നല്ല എത്രയാണോ ആംപിയർ കറണ്ട് ആ അപ്ലയൻസിന് ആവശ്യമായിട്ട് കറണ്ട് കാണും. അതുപോലെ ഫ്രീക്വൻസി കാണും കേട്ടോ. 50 ഹെർട്സ് ഫ്രീക്വൻസി എന്നും കാണും കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വോൾട്ടേജ് നമുക്കറിയാം എത്രയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? നമ്മൾ 230 ആണ്. 230 50 ഹെർട്സും ആണ് കേട്ടോ ഇന്ത്യയിലുള്ളത്. അപ്പം അപ്ലയൻസസിലെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് സ്ഥിരമായിരിക്കും അല്ലേ? വോൾട്ടേജ് അവിടെ സ്ഥിരമാണ്. അതിന്റെ പവർ എങ്ങനെയാണ്? പല പവർ ആയിരിക്കും. ഇതായാലും അപ്പം 230 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന പവറാണ് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. 230 വോൾട്ടിനേക്കാൾ കൂടിയ എന്താണ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ പവറിന് അവിടെ വ്യത്യാസം വരും. നോർമലി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. 230 വോൾട്ടാണ് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് അനുയോജ്യമായിട്ടുള്ള പവർ ആയിരിക്കും ഓരോ അപ്ലയൻസസിനും ഉള്ളത്. ക്ലിയറായല്ലോ. അപ്പം വോൾട്ടേജ് കൂടിയാൽ എന്ത് സംഭവിക്കും? പവർ കൂടും. വോൾട്ടേജ് കുറഞ്ഞാൽ പവർ കുറയും ചെയ്യും. നമ്മൾ കണ്ടില്ലേ P = V × I ഇക്വേഷൻ കണ്ടില്ലേ? വോൾട്ടേജ് കൂടുവാണെങ്കിൽ പവർ കൂടും, വോൾട്ടേജ് കുറയുകയാണെങ്കിൽ പവർ കുറയും. ഇപ്പം വോൾട്ടേജ് അവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പവറും കറണ്ടും അവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് അതിലൂടെ ആ അപ്ലയൻസിന് ആവശ്യമായിട്ടുള്ളൊരു കറണ്ട് കാണും. അതിനാവശ്യമായിട്ടുള്ള പവർ ആയിരിക്കും ആ അപ്ലയൻസസിന് ഉള്ളത്. ക്ലിയറായല്ലോ. അപ്പം കൂടുതൽ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അപ്ലയൻസസ് കേടുവരാനുള്ള കാരണം ചില സമയത്തൊക്കെ വോൾട്ടേജ് കയറി വരുമല്ലോ, അപ്പോൾ പെട്ടെന്ന് അടിച്ചു പോയല്ലോ അപ്ലയൻസസ് ഉള്ളത്. അതിന് കാരണം എന്താണ്? ആ അപ്ലയൻസസിന്, അതായത് ആ അപ്ലയൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 230 വോൾട്ട് ാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനുള്ള പവറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കേടുപാടുകൾ സംഭവിക്കാൻ കാരണമാകും. ക്ലിയറായല്ലോ. അതിനെക്കുറിച്ചാണ് അടുത്ത സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. While labeling the power of an appliance, the voltage at which is to be operated is also indicated കേട്ടോ. In our country, the power obtained while operating at 230 volt is labeled on electrical appliances. If the appliances operate above or below 230, the power will vary accordingly. That is, if the voltage increases, the power increases, and the voltage decreases, the power also decreases. This may lead to a damage of appliances കേട്ടോ. അപ്പോൾ നോർമലി 230 വോൾട്ടേജ് ആണ്. അപ്പോൾ കൂടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ പവർ കൂടും. അപ്പോൾ തന്നെ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ പവറും കുറയും. അപ്പോൾ ചിലപ്പോൾ അത് അപ്ലയൻസസിനൊക്കെ ഡാമേജ് വരാൻ കാരണമാകാറുണ്ട് കേട്ടോ. ചില അപ്ലയൻസസുകളൊക്കെ 400 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും കൂടുതലായിട്ടില്ല. നമ്മുടെ രാജ്യം 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന അപ്ലയൻസസുകളാണ് ഉള്ളത്. ക്ലിയർ ആയല്ലോ. എന്താന്ന് നോക്കിയേ, കൺട്രീസ് ഡിസൈൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആൻഡ് പവർ അക്കോർഡിംഗ് ടു ദെയർ പവർ സപ്ലൈ വോൾട്ടേജ്. In all electrical appliances, the voltage required for it and its power will be marked on it. The indicator power is available from an appliances only when it operates at a specified voltage. അല്ലേ? രാജ്യങ്ങൾ അവയുടെ പവർ വിതരണ വോൾട്ടേജിനനുസരിച്ചാണ് വൈദ്യുതോപകരണങ്ങൾ അവയുടെ പവറും രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൺട്രിയിൽ 230 ആണ് കേട്ടോ. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇൻ അവർ കൺട്രി വാട്ട് ഇസ് എ വോൾട്ടേജ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് പവർ സപ്ലൈ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഇന്നോർ കണ്ടി വാട്ട് ഈസ് എ പവർ സപ്ലൈ വോൾട്ടേജ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ 230 വോൾട്ട് ആണ് കേട്ടോ. അത് ഓർത്തോണം. 230 വോൾട്ടാണ് നമ്മുടെ കൺട്രിയിൽ. ഇത് 1 മാർക്കിന് മിക്കവാറും ചോദിച്ചു കാണുന്നതാണ് കേട്ടോ. പിന്നെ എന്താണ്, എല്ലാ വൈദ്യുതോപകരണങ്ങളും അതിനാവശ്യമായ വോൾട്ടേജും അതിൻ്റെ പവറും രേഖപ്പെടുത്തിയിരിക്കും. ഓരോ ഉപകരണത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ ഉപകരണത്തിൽ സൂചിപ്പിക്കുന്ന പവർ ലഭ്യമാകുന്നത്. നമ്മുടെ ഇപ്പോൾ 750 വർക്ക് ചെയ്യണമെന്ന വാട്ട് അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് 230 വോൾട്ട് ഡിസൈൻ ചെയ്താണെങ്കിൽ മാത്രമേ ഉള്ളൂ 750 വരത്തുള്ളൂ. അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. മനസ്സിലായല്ലോ. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന പവർ സപ്ലൈ എന്ന് ചോദിക്കാം. 230 വോൾട്ടാണ്. ഇത് മനസ്സിലാക്കിയിരിക്കും. ചില രാജ്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളൊക്കെ 110 ഒക്കെ ഉപയോഗിക്കാറുണ്ട്. 110 വോൾട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കൺട്രിയിൽ ഏതാണ് 230 ആണ്. അത് ഓർത്തോണം, മറന്നുപോയാൽ ഓർത്തോണം. ക്ലിയർ ആയല്ലോ. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു, അതായത് വോൾട്ടേജ് സ്ഥിരമായിരിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ കണ്ടില്ലായിരുന്നോ? P = V²/R എന്ന് പറഞ്ഞില്ലായിരുന്നു. അത് വോൾട്ടേജ് സ്ഥിരമായിരിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പവറും റെസിസ്റ്റൻസും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. അത് ഓർത്താണ്. നമ്മുടെ കൺട്രിയിൽ എത്രയാണ്? 230 ആണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ വോൾട്ടേജ് എപ്പോഴും എങ്ങനെയായിരിക്കും? നമ്മുടെ കൺട്രിയിൽ എങ്ങനെയായിരിക്കും? സ്ഥിരമായിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതനുസരിച്ച് റെസിസ്റ്റൻസ് ഇല്ലേ? അപ്പം ഒരു അപ്ലയൻസിന് എന്താണ് 300 വാട്ട് പവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് അതനുസരിച്ച് എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് അതനുസരിച്ച് വേരി ചെയ്യും. ഇപ്പം പവർ പിന്നെയും കൂടുവാണെങ്കിൽ റെസിസ്റ്റൻസ് അവിടെ കുറയും.
ഇനി പവർ കുറഞ്ഞ പവർ ആണെന്നുണ്ടെങ്കിൽ ആ അപ്ലയൻസിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? കൂടും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇഫ് ദ വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ് അക്കോർഡിംഗ് ടു പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, അപ്ലയൻസസ് വിത്ത് higher resistance will have the lower power and those with lower resistance will have the higher power. While solving numerical problems related to household appliances, it is more desirable to use the formula P is equal to V square by R. മനസ്സിലായല്ലേ പറഞ്ഞത്? അപ്പം നമ്മളിപ്പം ഹൗസ് ഹോൾഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ, അല്ലോ ഹൗസ് ഹോൾഡ് അപ്ലയൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം 230 വോൾട്ട് ആണ് നമ്മുടെ കൺട്രിയിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതനുസരിച്ചിട്ട് എങ്ങനെയാണ്, പവർ കൂടുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? കുറയും. അല്ലെങ്കിൽ ഹയർ റെസിസ്റ്റൻസ് ഉള്ളതിന് എങ്ങനെയായിരിക്കും? ഇവിടെ പവർ അതിന് കുറവായിരിക്കും. അതുപോലെ ലോവർ റെസിസ്റ്റൻസ് ആണെങ്കിൽ അവിടെ പവർ കൂടുതലായിരിക്കും. അപ്പം ഹൗസ് ഹോൾഡ് അപ്ലയൻസിൻ്റെ കേസിലുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നെ പറഞ്ഞില്ല, വിദേശ രാജ്യങ്ങളിൽ വിതരണ വോൾട്ടേജ് 110 ആണ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. അറ്റ് വാട്ട് അപ്ലൈഡ് വോൾട്ടേജ് വിൽ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് മാർക്കഡ് 800 വാട്ട് 240 വോൾട്ട് പ്രൊഡ്യൂസ് എ പവർ ഓഫ് 200 വാട്ട്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് 800 വാട്ട് 240 വോൾട്ട് എന്ന് ഒരു അപ്ലയൻസിൽ എഴുതിയിട്ടുണ്ട്, ഒരു വൈദ്യോപകരണത്തിൽ എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ആവുകയാണെങ്കിൽ അതിൻ്റെ പവർ 200 വാട്ട് ലഭിക്കുന്നതിന് എത്ര വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കി മനസ്സിലാക്കണം കേട്ടോ. ഒരു അപ്ലയൻസസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 800 വാട്ടെന്നും അതുപോലെ തന്നെ 240 വോൾട്ടെന്നും കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ അപ്ലയൻസ് ഇല്ലേ, ആ അപ്ലയൻസിൻ്റെ പൊട്ടൻഷ്യൽ 240 ആവുമ്പോൾ ഇല്ലേ, 240 വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ എത്രയാണ്? 800 വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഈ അപ്ലയൻസസ് തന്നെ അതിൻ്റെ പവർ ഒരു പുതിയ പവർ എന്നായിരിക്കും, ന്യൂ പവർ എന്ന് കൊടുക്കാം. പുതിയ പവർ എത്രയാണ്? 200 അല്ലേ, 200 വാട്ട് പവർ ആയപ്പോൾ അതിൻ്റെ എന്താണ് വോൾട്ടേജ് എത്ര ആയിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായാലോ? ഒരു അപ്ലയൻസ് ഉണ്ട്, അതിൻ്റെ പവറും വോൾട്ടേജും തന്നിട്ടുണ്ട്. അതേ അപ്ലയൻസ് തന്നെ വേറൊരു പവർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് എത്രയായിരിക്കും, അതാണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം ഈ അപ്ലയൻസ് ഇല്ലേ, ഈ അപ്ലയൻസ് എന്താണ്, ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് കാണും ഇല്ലേ, റെസിസ്റ്റൻസ് കാണും. അപ്പോൾ പവർ ഇല്ലേ, പവർ പുതിയ പവർ ആകുമ്പം ആ റെസിസ്റ്റൻസ് ഇല്ലേ, അപ്ലയൻസിൻ്റെ പർട്ടിക്കുലർ റെസിസ്റ്റൻസാണ് ഉള്ളത് ഇല്ലേ. അപ്പം അതിൻ്റെ ആ റെസിസ്റ്റൻസിനോട് വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. കാരണം വോൾട്ടേജ് ഇവിടെ ചേഞ്ച് ചെയ്യുക, വോൾട്ടേജ് മാറുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏത് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം? നമ്മുടെ P ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഉപയോഗിച്ച് നമുക്ക് ആ അപ്ലയൻസസിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ മേലെ. അപ്പോൾ എങ്ങനെയാണ്? R ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി എന്ന് കൊടുക്കാം ഇല്ലേ. അപ്പോൾ എന്ത് വരും? ബി എന്ന് പറഞ്ഞാൽ 240 ആണ്. അതായത് 240 × 240 ഡിവൈഡ് ബൈ അതിൻ്റെ പവർ എത്രയാണ്? 800 ആണ് ഇല്ലേ. ഇത് ക്യാൻസലായിട്ട് പോയി, ഇത് ക്യാൻസലായിട്ട് പോയി. ഇവിടെ എത്രയാണ്? 3 വരും. 24 × 3 പറയുമ്പോൾ എത്രയാണ്? 72 വരും. 72 ഓം ആണ് ആ അപ്ലയൻസസിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതേ റെസിസ്റ്റൻസ് ഉള്ള അപ്ലയൻസ് അതിൻ്റെ പവർ ന്യൂ പവർ അല്ലേ, ന്യൂ പവർ എന്ന് പറയാം. ന്യൂ പവർ എത്രയാണ്? 200 ആണ്. അപ്പോൾ അതിൻ്റെ 200 വാട്ട് ആണ്. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ന്യൂ പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് നമുക്കറിയാമല്ലോ, വി സ്ക്വയർ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് സെയിം ആണ് ഇല്ലേ. അപ്പോൾ നമുക്ക് വോൾട്ടേജ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ന്യൂ പവർ ഇൻറ്റു റെസിസ്റ്റൻസ് അപ്ലയൻസിന് സെയിം തന്നെയാണ്, മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ന്യൂ പവർ എത്രയാണ്? 200 ആണ്. ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്? 72 ആണ് അല്ലേ. അപ്പോൾ എത്ര വരും? 144 പിന്നെ 00 എന്ന് വരും. അതായത് വി സ്ക്വയർ. നമുക്ക് വി കണ്ടുപിടിക്കാൻ പറ്റില്ലേ? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇല്ലേ 144 0 144 എത്ര വരും? റൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 12 വരും ഇല്ലേ. അപ്പം എത്രയാണ്? 12 0 എന്നും കൂടെ വരും. അപ്പം 120. വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 വോൾട്ട് ആണ്. മനസ്സിലായോ? അപ്പം 120, അതായത് 200 വാട്ടിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് എത്ര വരണം? 120 വോൾട്ട് വരണം. ക്ലിയർ ആയല്ലോ? ചെയ്ത് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ? ഈ രീതിയിൽ മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. എങ്ങനെയാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ആണ് വ്യത്യാസം വന്നത്. ഇൻ കേസ് വോൾട്ടേജ് സ്ഥിരമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസിന് വ്യത്യാസം വരും.
ഓക്കെ ആണല്ലോ? അപ്പം എഴുതി മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓഫ് എന്താണ് പവർ 500 വാട്ട് ഓപ്പറേറ്റ്സ് ഫോർ 5 മിനിറ്റ്സ്. 500 വാട്ട് പവർ ഉള്ള ഒരു താപന ഉപകരണം 5 മിനിറ്റ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാലോ. പവർ തന്നിട്ടുണ്ട് 500 വാട്ടാണ്. സമയം ടി എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. കൺവേർട്ട് ചെയ്യാട്ടോ. 5 × 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 സെക്കൻഡ്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇക്വേഷൻ കണ്ടില്ലായിരുന്നോ? എച്ചും പവറും തമ്മിലുള്ള ഇക്വേഷൻ. എച്ച് ഈസ് ഈക്വൽ ടു പി × ടി അല്ലേ? പവർ തന്നിട്ടുണ്ട് 500 ആണ്. സമയം എത്രയാണ്? 300 ആണ്. അപ്പം എത്ര വരും? 13 15 ഒരു 4 0 കൂടെ വരും. അപ്പം അത്രയും ജൂള്. അപ്പം എത്രയാണ്? 1,50,000 വരും അല്ലേ? അത്രയും ജൂള് ഹീറ്റാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എളുപ്പമല്ലേ ചെയ്യാൻ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഹൗ മച്ച് ഹീറ്റ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആൻ ഇലക്ട്രിക് ഹീറ്റർ വിത്ത് 600 വാട്ട് പവർ ഓപ്പറേറ്റ്സ് ഫോർ 20 മിനിറ്റ്സ്. 600 വാട്ട് പവർ ഉള്ള ഒരു ഇലക്ട്രിക് ഹീറ്റർ 20 മിനിറ്റ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ അല്ലേ? അതായത് പവർ തന്നിട്ടുണ്ട്. എളുപ്പമല്ലേ ഇതൊക്കെ? നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളൂ കേട്ടോ. പവർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 20 മിനിറ്റ് ആണ്. കൺവേർട്ട് ചെയ്യുക. 20 × 60 1200 സെക്കൻഡ് എന്ന് വരും ഇല്ലേ? ഹീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് ഈസ് ഈക്വൽ ടു പി × ടി ഇല്ലേ? പി × ടി ആണ്. പവർ 600 എന്ന് കിട്ടി. ടി എന്ന് പറഞ്ഞിരിക്കുന്നത് 1200 ആണ് അല്ലേ? അപ്പം എത്ര വരും ആൻസർ? 72 പിന്നെ 4 0 അല്ലേ? അത്രയും ജൂൾ. അപ്പം 7,20,000 അല്ലേ? 7,20,000 ജൂൾ ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് ഹീറ്റ് എനർജി വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇഫ് എ ഹീറ്റിംഗ് അപ്ലയൻസസ് വിത്ത് 250 വാട്ട് പവർ ഓപ്പറേറ്റ്സ് ഫോർ 10 മിനിറ്റ്സ്. സെയിം ക്വസ്റ്റ്യൻ, സെയിം മെത്തേഡ് തന്നെയല്ലേ? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പവർ തന്നിട്ടുണ്ടല്ലേ? പവർ 250 വാട്ട് ആണ്. ദെൻ സമയവും തന്നിട്ടുണ്ട് 10 മിനിറ്റ് ആണ്. അപ്പം 10 × 60 600 വരും ഇല്ലേ? 600 സെക്കൻഡ് ആണ്. എച്ച് ആണ് കണ്ടുപിടിക്കുന്നത്. എച്ച് ഈസ് ഈക്വൽ ടു പി × ടി ഇല്ലേ? പവർ തന്നിട്ടുണ്ട് 250 ആണ്. സമയം എന്ന് വെച്ചാൽ 600 അല്ലേ? അപ്പം എത്രയാണ് വരുന്നത്? 150 പിന്നെ ഒരു 3 0 കൂടെ വരും. ഇത്രയും ജൂൾ, അതായത് 1,50,000 ജൂൾ. ഈസി പ്രോബ്ലംസ് അല്ലേ? ഇതൊക്കെ ഈസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന മെത്തേഡും വേയും ഒക്കെ കിട്ടും. അപ്പം എത്ര ചെറുതാണെങ്കിലും ഈസി ആണെങ്കിലും ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രിക് ഹീറ്റർ പ്രൊഡ്യൂസർ എത്രയാണ്? 4,50,000 ജൂൾ അല്ലേ? ഓഫ് ഹീറ്റ് എനർജി വെൻ ഓപ്പറേറ്റഡ് ഫോർ 5 മിനിറ്റ്സ്. വാട്ട് വുഡ് ബി ദ പവർ ഓഫ് ദിസ് ഹീറ്റർ? ആ ഹീറ്ററിന്റെ പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹീറ്റ് തന്നിട്ടുണ്ടല്ലേ? ഹീറ്റ് എനർജിയാണ് തന്നിരിക്കുന്നത്. അതായത് 4,50,000 അല്ലേ? 4,50,000 ജൂൾ ഓഫ് എനർജി എന്നാണ് തന്നിരിക്കുന്നത്. ഓപ്പറേറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് ആണ്. അപ്പോൾ 5 × 60 ദാറ്റ് ഈസ് ഈക്വൽ ടു ടൈം എന്ന് പറയുമ്പം 300 സെക്കൻഡ് വരും. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം ഇക്വേഷൻ തന്നെ റീഅറേഞ്ച് ചെയ്ത് എഴുതിച്ചാൽ പോരെ? അതായത് എച്ച് ഈസ് ഈക്വൽ ടു പി × ടി. ഇക്വേഷൻ തന്നെ അതിലെ പവറെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു h/t അല്ലേ? അപ്പം എച്ച് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 4,50,000 ഡിവൈഡ് ബൈ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 300 അല്ലേ? അതായത് നമ്മൾ ക്യാൻസൽ ആയിട്ട് പോയി. പിന്നെ എന്താണ്? 3ഉം 45 കൂടെ ക്യാൻസൽ ആവുമല്ലോ. അത്ര വരും? 15 വരും അല്ലേ? 5 വരും. അപ്പോൾ എത്രയാണ്? 15 2 0 ഇത് 1,500 ഇല്ല? 1,500 വാട്ട്. പവറും കിട്ടി. എത്രയാണ്? 1,500 വാട്ട്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നോക്കിയേ. ഓൺ എ ഹീറ്റിംഗ് അപ്ലയൻസസ് എന്താണ്? ഇറ്റ് ഈസ് മാർക്ക്ഡ് 529 വാട്ട് 230 വോൾട്ട്. വാട്ട് ഡു യു ഈച്ച് ഓഫ് ദീസ് മീൻസ്? വാട്ട് വുഡ് ബി ദ പവർ ഓഫ് ദിസ് അപ്ലയൻസ് ഇഫ് 100 വോൾട്ട് ഈസ് അപ്ലൈഡ് അല്ലെങ്കിൽ സപ്ലൈഡ്? എന്താണ്? ഒരു താപന ഉപകരണത്തിൽ 529 വാട്ട് 230 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവ ഓരോന്നും അർത്ഥമാക്കുന്നത് എന്ത്?
ഉപകരണത്തിൽ എത്രയാണ് 100 വോൾട്ട് നൽകുന്ന അവസരത്തിൽ പവർ എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. എന്താണ് 5 ആദ്യത്തെ നമുക്ക് നോക്കാം. അതായത് 529 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അത് അത്രയും ഇലക്ട്രിക് എനർജി ഇല്ലേ, ഇലക്ട്രിക് എനർജി എന്താണ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. അത് 529 ജൂൾ ഓഫ് ഇലക്ട്രിക് എനർജി അവിടെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. കൺസ്യൂം ഇലക്ട്രിക് എനർജി അറ്റ് എ റേറ്റ് ഓഫ് 529 വാട്ട് എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എന്ത് എഴുതാം? ഇങ്ങനെ എഴുതാം കേട്ടോ. കൺസ്യൂം എന്താണ് ഇലക്ട്രിക് എനർജി, കൺസ്യൂം ഇലക്ട്രിക് എനർജി എന്താണ് അറ്റ് ദ റേറ്റ് ഓഫ് എന്ന് എഴുതാം കേട്ടോ. അറ്റ് ദ റേറ്റ് ഓഫ് 529 വാട്ട് അല്ലേ, 529 വാട്ട് ഇലക്ട്രിക് എനർജി കൺസ്യൂം ചെയ്യുമെന്ന് പറയാം. പിന്നെ എന്താണ് 230 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ പൊട്ടൻഷ്യൽ അല്ലേ. അതായത് അപ്ലയൻസ് ഈസ് ഡിസൈൻ ടു ഓപ്പറേറ്റ്, അപ്ലയൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ പൊട്ടൻഷ്യൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം? അപ്ലയൻസസ് എന്താണ് അപ്ലയൻസസ് ഈസ് ഡിസൈൻ ടു കേട്ടോ. Appliances is designed to work with a 230 വോൾട്ട് എന്ന് പറയാം അല്ലേ. 230 വോൾട്ടിൽ വർക്ക് ചെയ്യാനാണ് അപ്ലയൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എന്താണ് ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വുഡ് ബി ദ പവർ ഓഫ് ദിസ് അപ്ലയൻസ് ഇഫ് 100 വോൾട്ട് അപ്ലൈഡ്. 100 നമ്മൾ ആദ്യമേ ചെയ്ത പ്രോബ്ലം തന്നെ. 100 വോൾട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പവർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു പവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 529 വാട്ട് തന്നിട്ടുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 230 വോൾട്ടിൽ അത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ ഇതാണ്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് 100 വോൾട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയ വോൾട്ടേജ് വി ന്യൂ എന്ന് എഴുതാം കേട്ടോ. വി ന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 100 വോൾട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പുതിയ പവർ പി ന്യൂ എന്ന് കൊടുക്കാം കേട്ടോ. പുതിയ പവർ എത്രയായിരിക്കും എന്നാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? റെസിസ്റ്റൻസ് നമ്മുടെ ഇക്വേഷൻ ഏതാണ്? പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. പുതിയ പവർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? അപ്ലയൻസ് അവിടെ മാറ്റിയിട്ടൊന്നും ഇല്ലല്ലോ, വോൾട്ടേജ് മാത്രമല്ലേ ചേഞ്ച് ചെയ്യുന്നുണ്ടോ. അപ്പം നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പം എന്ത് വരും? ആർ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? വി സ്ക്വയർ ബൈ പി എന്ന് വരും. വി എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 230 ഇൻറ്റു 230 ഡിവൈഡ് ബൈ പി എത്രയാണ്? 529 വരും കേട്ടോ. 230 ഇൻറ്റു 230 ചെയ്യുമ്പോൾ 529 20 വരും കേട്ടോ. ഡിവൈഡ് ബൈ 529 വരും. അപ്പോൾ ഇത് ക്യാൻസൽ ആയിട്ട് പോയിട്ട് മിച്ചം എത്രയാണ് വരുന്നത്? 100 കേട്ടോ. 100 ഓം. അപ്പോൾ റെസിസ്റ്റൻസ് എത്രയാണ്? 100 ഓം എന്ന് കിട്ടി. റെസിസ്റ്റൻസ് 100 ഓം എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പുതിയ പവർ കണ്ടുപിടിക്കാമല്ലോ ഇല്ലേ. അതായത് പവർ ന്യൂന്ന് ഇല്ലേ. ന്യൂ പവർ എന്ന് പറയുമ്പോൾ എന്താണ്? വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ആണ്. അതായത് വി സ്ക്വയർ എന്ന് വെച്ചാൽ പുതിയ എന്താണ് വോൾട്ടേജ്. അതെത്രയാണ്? 100 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, 100 ആണ്. അപ്പം 100 ഇൻറ്റു 100 ഡിവൈഡ് ബൈ ആർ എത്രയാണ്? 100. അത് ക്യാൻസൽ ആയിട്ട് പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 വാട്ട് അല്ലേ. 100 വാട്ടാണ്. അപ്പം 100 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ 100 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പവർ എത്രയായിരിക്കും? 100 വാട്ടായിരിക്കും. 100 വാട്ടായിരിക്കും അതിൻ്റെ പവർ. മനസ്സിലായല്ലോ. അപ്പം ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആലോചിച്ച് നോക്കിയേച്ച് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിച്ച് ഇങ്ങനെയൊക്കെ എഴുതി വെക്കുക. അപ്പോൾ എഴുതി വെക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളത്. അതൊക്കെ ഈസി പ്രോബ്ലംസ് ആണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ. അപ്പം കൃത്യമായിട്ട് എഴുതി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രിക് പവറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പോൾ ഇലക്ട്രിക് പവറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓർത്തിരിക്കുക ഇക്വേഷൻസ് കേട്ടോ. ഇലക്ട്രിക് പവറിൻ്റെ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. 3 ഇക്വേഷൻസ് ഉണ്ട്. വോൾട്ടേജ് സ്ഥിരമായിട്ടിരിക്കുമ്പോൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന അപ്ലയൻസിൻ്റെ കേസിൽ നമ്മൾ വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഹീറ്റ്, എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ H ഈസ് ഈക്വൽ ടു P ഇൻറ്റു ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ഇപ്പോഴും 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് നമ്മുടെ കൺട്രിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സപ്ലൈ എത്രയാണെന്നുള്ളത് കേട്ടോ. ഓർത്തോണം 230 വോൾട്ട് ആണ്. അതും 1 മാർക്കിൻ്റെ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് കേട്ടോ. അതും തെറ്റിച്ച് വെക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ. പല വോൾട്ടേജ് തന്നിരിക്കും, 400 എന്നും 110 എന്നും ഒക്കെ തന്നിരിക്കും കേട്ടോ. അത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം അത് അത് അറിഞ്ഞിരിക്കണം. അതെന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെ. നമ്മൾ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന അപ്ലയൻസസിലൊക്കെ ഇതാണ് ഈ 230 വോൾട്ടാണ്.
അതനുസരിച്ചിട്ട് ആ 230 വോൾട്ട് വരും. അതനുസരിച്ചിട്ടാണ് ഓരോന്നിൻ്റെ പവർ വ്യത്യാസപ്പെടുന്നത്. ഓരോന്നിനും വർക്ക് ചെയ്യാൻ ഇത്ര പവർ വേണമല്ലോ. അപ്പോൾ പവർ കുറഞ്ഞതിനാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പവർ ആയിരിക്കും, അതനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് അവിടെ കൂടുമായിരിക്കും ചെയ്യുന്നത്. അപ്പം ഈ ഒരു വാല്യൂ 230 വോൾട്ട് എന്നുള്ളൊരു വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കണം. 1 മാർക്കിൻ്റെയൊക്കെ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് പവർ. പിന്നെ നമ്മൾ പ്രോബ്ലംസ് കണ്ടു. അതും പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ ചെയ്ത്, സിമ്പിളാണ്, കാണുമ്പോൾ സിമ്പിളാണ് ചെയ്യാമെന്ന് വിചാരിക്കും, പക്ഷേ ചെയ്ത് തന്നെ പഠിക്കണം, എഴുതി തന്നെ പഠിക്കുക. നോട്ട്ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ എഴുതി വെച്ച് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത സെഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്